നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു വ്യത്യസ്ത വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അതായത് നമ്മളുടെ ഒരു ദിവസം എങ്ങനെ തുടങ്ങണം എന്നാണ്. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അത് കഴിയുന്നതും 5 മണിക്കെങ്കിലും ഉണരുക, അല്ലെങ്കിൽ 5:30-ക്കെങ്കിലും ഉണരുക. ഉണർന്നാൽ നമുക്കറിയാമല്ലോ, സാധാരണ ചെയ്യണ പോലെ വലത്തോറം തിരിഞ്ഞ് എണീക്കണം, പ്രാർത്ഥിക്കണം, പിന്നെ ഭൂമിയെ തൊട്ട് വന്ദിക്കണം. അത് കഴിഞ്ഞ് പല്ല് തേക്കുക. പല്ല് തേപ്പ് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം കുടിക്കുക. ശുദ്ധമായ ജലം, പച്ച വെള്ളം കഴിയുമെങ്കിൽ. ചില ആൾക്കാർക്ക് കഫക്കെട്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ചൂടുവെള്ളം ആയിക്കോട്ടെ, അത് വയറ് നിറച്ച് കുടിക്കുക. വയറ് നിറയെ വെള്ളം രാവിലെ ഫസ്റ്റ് ചെന്നാൽ നിങ്ങളുടെ വയറ് അങ്ങോട്ട് ക്ലീനാവും. വെള്ളം, പച്ച വെള്ളം ഏറ്റവും നല്ല ഒരു ഔഷധമാണ്. അപ്പോൾ വയറ് ക്ലീൻ ആവുമല്ലോ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ജലാംശം എന്നല്ലേ പറഞ്ഞത്, 60% ഒക്കെ ജലാംശമാണെന്നാണ് പറയണത്. അപ്പോൾ 60% ജലാംശം നിലനിർത്തണം നമ്മളിപ്പോഴും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഡോക്ടേഴ്സ് പറയണത് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കണം എന്നാണ്. ഒറ്റയടിക്കല്ല, പല വട്ടമായിട്ട് 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. നല്ല ശുദ്ധമായ വെള്ളം കുടിക്കണം. നല്ല ഒരു മോഷൻ ഉണ്ടാവും. മോഷൻ ഉണ്ടായാൽ തന്നെ, ഫുള്ള് ക്ലീനായാൽ തന്നെ നമുക്ക് ഒരിക്കലും അസുഖങ്ങൾ വരില്ല. വയറ് സംബന്ധമായ അസുഖങ്ങളൊന്നും വരില്ല. ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ ഒന്നും വരില്ല കേട്ടോ. എന്താ അസുഖം എന്നറിയോ? അല്ലാതെ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ എഴുന്നേറ്റ്, ചില പല്ല് തേക്കുന്നത് തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ഓടും. അടുക്കളയിൽ ഓടിച്ചെന്ന് എല്ലാ പണികളും കഴിഞ്ഞ് ലാസ്റ്റാണ് പല്ല് തേക്കുക അല്ലേ. അതൊരു സുഖമില്ലാത്ത പണി. ഇങ്ങനെ ചെയ്തു കൂടെ നിങ്ങൾ. ഞാനും പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ ചെയ്യണേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്യണതെന്ന്. അതായത് രാവിലെ ഞാനൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ അതെനിക്ക് വളരെ നല്ലതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറയണത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് പല്ല് തേപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കുളിക്കും. അപ്പോൾ കുളിക്കണേക്കാൾ മുമ്പ് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലയിൽ തേക്കണം. തലയിൽ ഒന്ന് പുരട്ടുക, അല്ലെങ്കിൽ മുഖമൊക്കെ പുരട്ടുക, കയ്യുമ്മയൊക്കെ ഒന്ന് പുരട്ടുക. കഴിയുമെങ്കിൽ മേലൊക്കെ പറ്റും, സമയം ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ കുളിക്കുക, സുന്ദരമായിട്ട് കുളിക്കുക. നല്ലോണം വെള്ളം മേലൊഴിച്ച് കുളിക്കുക. കുളി കഴിഞ്ഞാൽ വൃത്തിയുള്ള കഴുകി ഉണക്കിയ നല്ല വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമോ, ആ ധരിക്കണത് പലതരത്തിൽ വാരി വലിച്ച് വസ്ത്രം ധരിക്കാം, അടുക്കി വെച്ച് ധരിക്കാം. ഒന്നിനും അധികം സമയമൊന്നും വേണ്ട കേട്ടോ. എന്ത് ഭംഗിയായിരിക്കുന്നോ ആ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഭംഗിയായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴേ എങ്ങനെയാണോ ധരിക്കുക അതേപോലെ ഒന്ന് ധരിച്ച് നോക്കൂ. അതിനൊരു ചിലവുമില്ല പ്രത്യേകിച്ച്. എനിക്കൊക്കെ അങ്ങനെയാണ്. സാരി വേണമെങ്കിൽ നമുക്ക് തല അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു കുത്തിയാൽ സാരി എടുക്കലായി. അതൊന്നും ഇതായത് ഇങ്ങനെ ഞെറിഞ്ഞ് ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു സൂചി, 10 പൈസയുടെ സൂചി ആവശ്യമുള്ളൂ. അതിവിടെ വെച്ചാൽ ദിവസം മുഴുവനും നല്ല ഭംഗിയിൽ നിന്നോളും. ആരെങ്കിലും ചോദിക്കും, എന്തിനാ അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണേന്ന്. എപ്പോഴും ചെയ്യണം നമ്മൾ. കാരണം വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സ്വന്തക്കാർ, അവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഇത് എന്ത് കോലം നിൽക്കണമെന്ന് തോന്നാൻ പാടില്ല. വീട്ടിലൊരാൾ വരികയാണെങ്കിൽ ഇത് എന്ത് കോലത്തിലാണ് നിൽക്കണേ ഈ വീട്ടിലെന്ന് തോന്നാൻ പാടില്ല. അപ്പം നന്നായിട്ട് വസ്ത്രം ധരിക്കുക. ഉള്ള വസ്ത്രം നീറ്റായിരിക്കണം. വില കൂടുതൽ വേണമെന്നൊന്നുമില്ല. വില കുറഞ്ഞാലും കുഴപ്പമില്ല. അത് നല്ല ഭംഗിയിൽ ഒരു 5 പൈസയുടെ അല്ലെങ്കിൽ 10 പൈസയുടെ സൂചി ഇവിടെ കുത്തുക, ഇവിടെ സൂചി കുത്തുക, ഭംഗിയായി. പിന്നെ ദിവസവും വസ്ത്രം മാറ്റണം, കഴുകണം കേട്ടോ. മണം വരാൻ പാടില്ല, മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല. പിന്നെ കുളി കഴിഞ്ഞു. പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, എനിക്കാണെങ്കിൽ ഞാൻ കുളി കഴിഞ്ഞാൽ നേരെ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ മുഖത്ത് ഒരു പൊട്ട് വയ്ക്കും, ഉറപ്പാണ്. ഈ പൊട്ട് വയ്ക്കണതിൻ്റെ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് വളരെ മർമ്മസ്ഥലമാണ്, വളരെ വലിയ ഒരു മർമ്മസ്ഥലമാണ് കേട്ടോ. ഈ നമ്മളുടെ ഇവിടെ വയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണ്, ശ്രദ്ധ എല്ലാം ഇവിടേക്ക് ഇത്തിരി നേരം കേന്ദ്രീകരിക്കുകയാണ്. വട്ടം വെച്ച് അല്ലേ, നല്ലതല്ലേ കേന്ദ്രീകരിക്കാനായിട്ട്. അലക്ഷ്യമായിട്ട് പോകണില്ല. ഇത്തിരി നേരം മനസ്സിനെ, ശ്രദ്ധയെ, കണ്ണിനെ മൊത്തം ഇവിടേക്ക് കേന്ദ്രീകരിച്ചു. മാത്രമല്ല നല്ല ഭംഗിയായി. പിന്നെ നമ്മൾ ചന്ദനം തൊടുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ നെറ്റിയിൽ ചന്ദനം തൊടുന്നത് കുളിർമയ്ക്ക് നല്ലതാണ്. ചന്ദനത്തിന് നല്ല മണമുണ്ട്, ഒരു ശീതളിമയുണ്ട്. അത് ഇട്ടാലും ഭംഗിയുണ്ട്. പിന്നെ കണ്ണെഴുതുക. ഞാൻ പറഞ്ഞല്ലോ, കണ്ണിനെ ദിവസം നമ്മൾ കണ്ണിലേക്ക് തലോടണം. സൂക്ഷ്മയോഗയിൽ തലോടലൊക്കെ ഉണ്ട്.
അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ കണ്ണെഴുതുക, ഇത്തിരി കൺമഷി എടുത്ത് കണ്ണെഴുതുക, ഭംഗിയായി. തലമുടി ഇങ്ങനെ വാരി വലിച്ചിടരുത്, വാരി കെട്ടി വെക്കണ്ട. ഒന്ന് ഇത്തിരി നേരം ഒന്ന് നമുക്ക് വേണ്ടി നമ്മൾ ഇത്തിരി നേരം ചിലവാക്കണം കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയിലാക്കിയിട്ട് ഒരു പിൻ ചെയ്ത് ഒരു സ്ലൈഡിന് എത്ര രൂപ വിലയുണ്ട്? ഒരു 10-50 രൂപ കൊടുത്താൽ ഒരു സ്ലൈഡ് കിട്ടും. അത്രയധികം വിലയൊന്നും വേണ്ട. 200 രൂപയുടെ 500 രൂപയുടെ സ്ലൈഡൊന്നും വേണ്ട. ഒരു 50 രൂപയുടെ സ്ലൈഡായാലും മതി. അത് നല്ല സ്റ്റൈലായിട്ട് ക്ലിപ്പ് ഇവിടെ ഇട്ടാൽ അത് അടിപൊളിയായി. പിന്നെ നിങ്ങൾക്ക് വിളക്ക് കൊളുത്താം. വിളക്ക് കൊളുത്തുമ്പോൾ നാമം ചെല്ലണം അറിയാമല്ലോ. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാനാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ പറയും ദീപജ്യോതി പരംജ്യോതി ദീപജ്യോതിർ ജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർ നമോസ്തുതേ എന്ന് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുക. ആ വിളക്ക് കൊളുത്തി കൊണ്ടുവന്നിട്ട് നേരെ കിഴക്കോട്ട് സൂര്യഭഗവാനെ കാണിച്ച് എല്ലാവർക്കും ഊർജം പ്രദാനം ചെയ്യുന്ന സൂര്യനെ ഒന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? ഓം ഭൂർഭുവ സ്വഹ. ഈ ഭൂമിയിലും ഭൂലോകത്തും ഭുവർലോകത്തും സ്വർലോകത്തുമെല്ലാം ചൈതന്യം വ്യാപിച്ചു കിടക്കുന്ന സൂര്യൻ്റെ ചൈതന്യം പ്രകാശം എൻ്റെ ബുദ്ധികളെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓം ഭൂർഭുവ സ്വഹ തൽ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ആ വരേണ്യമായ ഉത്കൃഷ്ടമായ സൂര്യൻ്റെ ആ ഭർഗത്തെ പ്രകാശത്തെ ഞങ്ങൾ ധീമഹി ധ്യാനിക്കുന്നു. ധിയോയോ ന പ്രചോദയാത് നഹ ധിയഹ. ഞങ്ങളുടെ ഞങ്ങളുടെ ബുദ്ധികളെ അത് പ്രചോദയാത് പ്രചോദിപ്പിക്കട്ടെ എന്ന്. ആ പ്രകാശം പോലെ തന്നെ നമ്മുടെ ബുദ്ധിയും പ്രകാശിക്കട്ടെ, നല്ലത് തോന്നിക്കട്ടെ എന്ന്. ആ ഒരു തമസ്, അന്ധകാരം, അജ്ഞാനം നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പോകട്ടെ, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് പോകട്ടെ എന്ന് സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വിളക്ക് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ച് അവിടെ നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന, ഏത് ഈശ്വരനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിനെ പ്രാർത്ഥിക്കുക. ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി ചിലവാക്കിയാൽ എന്ത് ധന്യമായില്ലേ ആ ദിവസം. ഞാനിന്ന് കുളിയെ പറ്റിയാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുളിയെ പറ്റിയിട്ട് സംസ്കൃതത്തിൻ്റെ ശ്ലോകം ഉണ്ട് കേട്ടോ. കുളിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് 10 ഗുണമുണ്ട് അത്ര. സ്നാനം നാമ മനഃപ്രസാദജനനം ദുസ്വപ്നവിധ്വംസനം ശൗചസ്യായതനം മലാപഹരണം സംവർദ്ധനം തേജസഃ രൂപദ്യോതകരം ഗദപ്രശമനം കായാഗ്നിസന്ദീപനം നാരീണാം ച മനോഹരം ശ്രമഹരം സ്നാനേ ദശൈതേ ഗുണാഃ എന്ന്. സ്നാനം എന്ന് പറയുന്നത് മനഃപ്രസാദജനനം, മനസ്സിന് പ്രസാദം ജനിപ്പിക്കുന്നതാണ്. പ്രസാദം സന്തോഷം അല്ലേ? കുളി കഴിഞ്ഞാൽ എന്ത് സന്തോഷം. കുളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും മൂഡ് ഓഫ് ആയിരിക്കും. എനിക്ക് അങ്ങനെയാട്ടോ. സ്നാനം നാമ മനഃപ്രസാദജനനം. പിന്നെ ദുസ്വപ്നവിധ്വംസനം, ദുസ്വപ്നങ്ങളെ വിധ്വംസനം ചെയ്യും, നശിപ്പിക്കൂത്രേ. കിടന്നുറങ്ങുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണും. ശരിക്കും കുളിക്കാതൊക്കെ ഇരുന്നാൽ, കുളിയില്ലെങ്കിൽ രാത്രി ദുസ്വപ്നങ്ങൾ കാണും. അത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. പിന്നെ ശൗചസ്യായതനം, ശൗചം ശുചിത്വത്തിൻ്റെ ആയതനമാണ്, ഒരു അടിസ്ഥാനമാണ് അത്, ഇരിപ്പിടമാണ് അത്. മലാപഹരണം, അഴുക്കിനെ അപഹരിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കിനെ, മനസ്സിലെ അഴുക്കും കുറച്ചൊക്കെ പോകട്ടോ. മലാപഹരണം സംവർദ്ധനം തേജസഃ, തേജസ്സിനെ സംവർദ്ധിപ്പിക്കും. നമ്മുടെ തേജസ്, കാന്തി ഉണ്ടല്ലോ, അതിനെ വർദ്ധിപ്പിക്കും. രൂപദ്യോതകരം, രൂപം ച സൗന്ദര്യം, ദ്യോതിപ്പിക്കും, ഉജ്ജ്വലിപ്പിക്കും, സൗന്ദര്യം വർദ്ധിക്കും. രൂപദ്യോതകരം ഗതപ്രശമനം, ഗതം ച രോഗം, ഗതപ്രശമനം, രോഗത്തിനൊക്കെ ഒരു ശമനം ഉണ്ടാവും. എത്ര വയ്യാന്ന് തോന്നിയാലും, തലവേദനയാണെന്ന് തോന്നിയാലും, എന്തൊക്കെ അസുഖം ഉണ്ടായാലും ഒന്ന് കുളിച്ചു നോക്കൂ, അതൊരു ശമനം കിട്ടും. ഗതപ്രശമനം
കായാഗ്നി സന്ദീപനം. കായാഗ്നി, അഗ്നി വെച്ചാൽ തീയാണല്ലോ. അഗ്നി, കായം ശരീരം. ശരീരത്തിലുള്ള അഗ്നി വെച്ചാൽ ശരീരത്തിനുള്ളിലൊരു അഗ്നി ഉണ്ട്, ജഠരാഗ്നി എന്ന് പറയും. ജഠരം വെച്ചാൽ വയറിൻ്റെ ഉള്ളിലൊരു അഗ്നി ഉണ്ട്, അത് വിശപ്പാണ്. അതിനെ സംവർദ്ധിപ്പിക്കും, വിശപ്പുണ്ടാക്കും. എന്നുവെച്ചാൽ നമുക്ക് ദഹനം ഉണ്ടാവും എന്നർത്ഥം. കായാഗ്നി സന്ദീപനം. പിന്നെയോ നാരീണാം ച മനോഹരം. നാരികളുടെ മനസ്സിനെ അപഹരിക്കാൻ പറ്റും. നാരിയും ചേർത്തറിയാലോ, പെണ്ണുങ്ങളുടെ മനസ്സിനെ. കുളിച്ചൊക്കെ നല്ല കുട്ടപ്പനായിട്ട് നിറഞ്ഞാലേ അങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ തന്നെ സ്ത്രീകളുടെ മനസ്സിനെ ആകർഷിക്കാൻ. ചില സ്ത്രീ എന്ന് മാത്രമല്ല പുരുഷനും ആവാട്ടോ. ഇവിടെ ഇത് എഴുതിയ ആൾ പുരുഷനായതുകൊണ്ടായിരിക്കും നാരീണാം ച മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതായത് കുളിച്ചിട്ടൊരാളെ കാണുമ്പോൾ അവരുടെ മനസ്സിനെ ഒരു ഹരിക്കും വെച്ചാൽ അപഹരിക്കും, മനസ്സിനൊരു ഇഷ്ടം തോന്നുന്നർത്ഥം. കുളിക്കാണ്ടും വൃത്തിയില്ലാണ്ട് നടക്കുന്ന ആൾക്കാരെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. ശ്രമഹരം, ശ്രമം എന്ന് വെച്ചാൽ ക്ഷീണം എന്നർത്ഥം. ശ്രമഹരം, ക്ഷീണം അകറ്റും. ഇങ്ങനെ 10 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ്. ഇതാണ് 10 ഗുണങ്ങൾ. അപ്പം നമ്മളിന്ന് കുളിച്ചോളൂ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, അതിരാവിലെ കുളിക്കുക. എന്താ ദിവസം മുഴുവനും സുഖമായിരിക്കും. ചില ആൾക്കാർ ഉച്ചയ്ക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ടാവാൻ കുളിക്കണമെന്ന് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് വേണ്ട. അത് പറയുന്നേ ഉച്ചയാകുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കൊരു കുളിയുണ്ട്, എന്നിട്ടൊരു ചോറുണ്ണും. അപ്പോൾ ഒരു ഉച്ചക്കുളി പിച്ചക്കുളി എന്നാണ് പറയുക. ശരിയല്ല, സുഖമല്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കഴിക്കാൻ ചില ആൾക്കാർ ചോറുണ്ടിട്ട് കുളിക്കാൻ പോണ ആൾക്കാരുണ്ട്. ഊണ് കഴിച്ച വഴിക്കിനെ കുളിച്ചിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ ദഹനത്തിന് അത് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ അതിന് പറയുക, അതിങ്ങനെ പറയും കേട്ടോ, ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം എന്ന് പറയും. എന്നുവെച്ചാൽ ഊണ് കഴിഞ്ഞിട്ട് കുളിക്കാൻ പാടില്ല എന്നർത്ഥം. പിന്നെ ലാസ്റ്റ് കുളിയുണ്ട്, വൈകുന്നേരം കുളിയില്ലേ. എല്ലാം കഴിഞ്ഞ പണികളെല്ലാം രാവിലെ നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒന്ന് മേല് കഴുകുക കുളിക്കുക ചെയ്യണം. അത് സൗന്ദര്യക്കുളി എന്ന് പറയും. സൗന്ദര്യക്കുളി എന്ന് പറയുക. നല്ല സൗന്ദര്യം ഉണ്ടാവും എന്ന് പറയുക. അപ്പോൾ രാവിലെയും കുളിക്കുക, വൈകുന്നേരം കുളിക്കുക. സ്നാനം നാമ മനഃപ്രസാദജനനം ദുസ്വപ്ന വിധ്വംസനം ശൗചസ്യ ആയതനം മലാപഹരണം സംവർദ്ധനം തേജസഃ രൂപദ്യോതകരം ഗതപ്രശമനം കായാഗ്നിസന്ദീപനം നാരീണാം ച മനോഹരം ശ്രമഹരം. ഇങ്ങനെ 10 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ചെയ്തുള്ളൂ ഞാൻ. നമുക്ക് സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കാനായിട്ട് രാവിലെ നേരത്തെ എണീക്കുക, പ്രാർത്ഥിക്കുക, പല്ല് തേക്കുക, വെള്ളം കുടിക്കുക, ശരീരം മാലിന്യങ്ങളെല്ലാം അവസാനം കളയുക അല്ലേ. പിന്നെ കുളിക്കുക നന്നായിട്ട്. കുളിച്ച് കഴിഞ്ഞാൽ പതുക്കെ നമ്മളുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. എപ്പോഴും ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഭംഗിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളക്ക് കൊളുത്തുക അല്ലേ, അങ്ങനെ നാമം ചെല്ലുക. വേണമെങ്കിൽ അമ്പലത്തിൽ പോയി പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോവുക. വേണമെങ്കിൽ നിർബന്ധമായിട്ട് പോകണം നല്ലതാണ്. കാരണം ഭഗവാനെ ദർശിക്കുകയും ചെയ്യാം. വ്യായാമം നടക്കുക എന്നുള്ള വ്യായാമമുണ്ട്. അപ്പോഴേക്കും നേരം 7 മണിയൊക്കെ ആവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ വേറെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കേ.